ഒരു വടി പൊട്ടിക്കണം. കുറേ ദിവസമായി നല്ലൊരു വടി കിട്ടിയിട്ട്. ഇതെന്തിനാണെന്നറിയോ? അടിക്കാനാണ്. പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ നല്ല അടി അടിക്കാൻ. ജീവിതത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷിതാക്കളിൽ നിന്ന് അടി കിട്ടിയിട്ടുണ്ടോ? എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലോണം കിട്ടിയിട്ടുണ്ട്. അടിച്ച് വളർത്തണം മക്കളെ എന്നാണ് പറയുക. പക്ഷേ ഇക്കാലത്തെ കുട്ടികളൊക്കെ ഒരുപാട് മാറി. അടിച്ചാൽ, അടി കിട്ടിയാൽ മക്കൾ നേരാവും തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. അടിയല്ല വേണ്ടത്. ശരിക്കും അടിക്ക് പകരം മറ്റു പല കാര്യങ്ങളാണ്. പലപ്പോഴും കോളേജുകളിൽ, സ്കൂളുകളിൽ, വീടകത്തൊക്കെ മക്കളെ അടിച്ചിട്ട് നേരാക്കുന്നവരുണ്ട്. ഇപ്പം ഞാൻ ജോലി ചെയ്യുന്നിടത്ത് തന്നെ അടിച്ചിട്ട് ഒരു തന്നെ കൈ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അടിക്കുക എന്നുള്ളതൊരു പോസിറ്റീവായൊരു വശമല്ല. അടി വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. സ്കൂളുകളിൽ തന്നെ കുട്ടികളെ വടിയെടുത്ത് അടിച്ചാൽ അധ്യാപകർക്ക് വലിയ പ്രയാസങ്ങളും പ്രശ്നങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ മക്കൾ വഷളായി പോകുന്നു എന്ന് പരാതി പറയുന്ന ടീച്ചേഴ്സുണ്ട്. എന്തായാലും അടിയൊരു ശാശ്വതമായ പരിഹാരമല്ല. ശാസന എങ്ങനെയാണ് വേണ്ടത് എന്നാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കുട്ടികളായാൽ തല്ലി വളർത്തണം. ചൊല്ലിക്കൊട്, തല്ലിക്കൊട്, തള്ളിക്കള തുടങ്ങിയ വാചകങ്ങൾ നമ്മുടെ നാട്ടിൽ കുട്ടികളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട് ഏറെ പരിചിതമാണ്. പഴമക്കാർ പറയുന്നത് കുട്ടികളെ പറഞ്ഞാൽ അനുസരണയുള്ള കുട്ടികളായി വളർത്തുന്നതിനുള്ള ഏറ്റവും മികച്ച മാർഗം അവരെ തല്ലി വളർത്തുക എന്നതാണ്. എന്നാൽ കാലം മാറി, കുട്ടികളുടെ ചിന്താരീതികളും മാറി. അതിനാൽ തന്നെ തല്ലി വളർത്തൽ അത്ര ഗുണം ചെയ്യുകയുമില്ല. കുട്ടികൾ തെറ്റു ചെയ്യുമ്പോൾ ഉടനെ വടിയെടുത്ത് തല്ലാൻ തുടങ്ങും. അതിനു മുൻപായി ആ തെറ്റിൻ്റെ ഗൗരവം അവരെ മനസ്സിലാക്കിപ്പിക്കുന്നതിനുള്ള അവസരമൊരുക്കുക. അതാണ് നാം ചെയ്യേണ്ടത്. പറഞ്ഞാൽ അനുസരിക്കില്ല എന്ന് പറയുന്നത് ശുദ്ധ മണ്ടത്തരമാണ്. പറയേണ്ട രീതിയിൽ പറഞ്ഞാൽ ഏത് വാശി കൊടുക്കുകളെയും അനുസരിപ്പിക്കാൻ കഴിയും. എന്നാൽ ഇതിനായി സമയം ചെലവഴിക്കുന്നതിനുള്ള മനസ്സുണ്ടാകണമെന്ന് മാത്രം. മിക്ക രക്ഷിതാക്കളും ആ ക്ഷമയില്ലാത്തവരാണ്. വാശി, ദേഷ്യം, തർക്കുത്തരം പറയുക തുടങ്ങിയ കാര്യങ്ങൾ ഒട്ടുമിക്ക കുട്ടികളിലും ഒരു പ്രായത്തിൽ കണ്ടുവരാറുള്ളതാണ്. ഈ അവസരത്തിൽ നിങ്ങൾക്ക് കുട്ടികളെ തല്ലാൻ തോന്നുന്നുണ്ടെങ്കിൽ വളരെ ഗൗരവമായി തന്നെ ആ കാര്യത്തെക്കുറിച്ച് കുട്ടിയോട് ചർച്ച ചെയ്യുകയും പരിഹാരങ്ങൾ കുട്ടിയെ കൊണ്ട് തന്നെ പറയിപ്പിക്കുകയും ചെയ്യുന്ന രീതി വളരെ പ്രയോജനപ്പെടും. നിങ്ങൾ അങ്ങനെയൊന്ന് പരീക്ഷിച്ചു നോക്കൂ. എന്താണ് തൻ്റെ തെറ്റെന്ന് കുട്ടിക്ക് സ്വയം മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ പാതി പ്രശ്നം ഒഴിവായി. കള്ളം പറയുന്ന സ്വഭാവമുള്ള കുട്ടിയാണ് എങ്കിൽ ഉടനടി ശിക്ഷ വടിയെടുത്ത് അടിക്കുക എന്നതല്ല. കള്ളം പറയുന്നത് മൂലമുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ അവനെ ബോധ്യപ്പെടുത്തണം. അതിനുശേഷം മാത്രമേ എന്തുകൊണ്ട് മാതാപിതാക്കൾ ഇക്കാര്യത്തിൽ ശകാരിക്കുന്നത് എന്തിനാണെന്ന് പറയുന്നതിൽ കാര്യമുള്ളൂ. മാതാപിതാക്കൾ തന്നെ അമിതമായി വേദനിപ്പിക്കുന്നു എന്ന തോന്നലുണ്ടായാൽ കുട്ടികൾ മാതാപിതാക്കളിൽ നിന്നും അകലാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാതാപിതാക്കളുടെ ശാസനകൾ മനസ്സിലാക്കാൻ കുട്ടികൾക്ക് കഴിയണം. ചുവര് മുഴുവനും ചായം തേച്ചാൽ പെയിന്റും ബ്രഷും ഞാൻ വാങ്ങിവെക്കും. അമിതമായി കളിക്കാൻ സമയം വിനിയോഗിച്ചത് സൈക്കിൾ പൂട്ടിവെക്കും തുടങ്ങിയ ചീത്ത പറച്ചിലുകളില്ലേ, ഇതെല്ലാം ഉപകാരപ്രദമാണ്. എന്നാൽ ശാസനകൾ അംഗീകരിക്കുന്ന തലത്തിലേക്ക് കുട്ടികളെ എത്തിക്കേണ്ടത് മാതാപിതാക്കളുടെ കടമയാണ്. അതിന് മക്കൾക്ക് സ്നേഹവും സ്വാതന്ത്ര്യവും സമയവും എല്ലാം നൽകണം. സ്വന്തം മക്കളെ ആയാലും വിദ്യാർത്ഥികളെ ആയാലും ഒരു പരിധിക്കപ്പുറം അടിക്കുന്നത് ശരിയല്ല. കാരണം അതാണതിൻ്റെ സത്യം. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഒരു ക്ലാസ്സിൽ കയറി വന്നപ്പോൾ ഒരുത്തരിങ്ങനെ ചൂയിങ്ങം തിന്നാണ്. ഭയങ്കര തീറ്റ. നമുക്കങ്ങോട്ട് ദേഷ്യം പിടിച്ചു. നമ്മളിങ്ങനെ ക്ലാസ്സിൽ എൻ്റർ ചെയ്യുന്ന ഫസ്റ്റ് ടൈമിൽ തന്നെ ഒരു അച്ചടക്കവുമില്ലാതെ ഭയങ്കര ചൂയിങ്ങം തീറ്റ. ഇത് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും ദേഷ്യം വന്ന ഞാൻ എന്ത് ചെയ്തു, ഓരോണ്ട് വിളിച്ചു ഇവിടാന്ന് പറഞ്ഞു. ഓൻ ഇങ്ങോട്ട് വന്നു. എന്താ സാറേ എന്ന് വെച്ചു. അത് അവൻ്റെ ആ ഒരു ബോഡി ലാംഗ്വേജ് നമുക്കൊട്ടും ഇഷ്ടമാവാത്തായിരുന്നു. അവനങ്ങോട്ട് തിരിച്ചു നിർത്തിയിട്ട് ഷർട്ട് പൊക്കിയിട്ട് ചാന്തിക്കിട്ട് 4 പടച്ചു. ക്ലാസ്സിലിരുന്നാണോടാ നീ ചൂയിങ്ങം തിന്നണമെന്ന് വെച്ചു. അവൻ കയറെ സങ്കടമായത് അടിച്ചതല്ല, ഷർട്ട് പൊക്കിയിട്ട് അടിച്ചപ്പോൾ എൻ്റെ ജോക്കിയുടെ അലാസ്റ്റിക്കൊക്കെ കാണാൻ തുടങ്ങി. അതൊക്കെ ഗേൾസ് കണ്ടു. അതാണ് അവനക്ക് ഏറ്റവും സങ്കടമായത്. അപ്പോൾ നല്ല ആരോഗ്യമുള്ളവനാണ്, പൊന്നാനിയിലുള്ളവനാണ്, ചെറുപ്പത്തിലെ നല്ല അധ്വാനിയാണ്, നല്ല മസിൽസൊക്കെ ഉണ്ട്. നമ്മളെപ്പോലൊന്നും അല്ല, നല്ല അധ്വാനമുള്ളവനാണ്. അവനോട് ഞാൻ
പോയി തുപ്പടാന്ന് പറഞ്ഞു. അങ്ങനെ അവൻ തുപ്പാൻ പോയൊരു പോക്കുണ്ട്. അവിടെ പോയിട്ടുണ്ട് തുപ്പിയിട്ട് ആ ചൂയിങ്ങട് കളഞ്ഞിട്ട് ഓൻ ഡോറിൻ്റെ അവിടെ അങ്ങനെ നിന്നു. അപ്പം ഇനി ഞാൻ അവനെ വിളിച്ചിട്ട് ക്ലാസ്സിൽ കയറ്റിയിരുത്തും, നിൻ്റെ വക ഉപദേശങ്ങൾ അതൊക്കെ അവൻ്റെ മനസ്സിൽ ഇങ്ങനെ ദേഷ്യം നിൽക്കുകയാണ്. ഇവിടെ വരാൻ പറഞ്ഞു. ഓനിങ്ങോട്ട് വന്നത് സുരേഷ് ഗോപി വരണ പോലെ ഒറ്റ വരവാ. മനസ്സിലായി സംഗതി കയ്യിൽ നിന്ന് പോയി. ചെക്കൻ വന്നിട്ട് ആരാണ്ടാന്ന് ചോദിച്ചിട്ട് ഒറ്റ എണ്ണം പടച്ചാൽ വേണം ചോദിച്ചാൽ പോരെ, തീർന്നില്ലേ കഥ. അവൻ്റെ ആ വരവ് കണ്ടപ്പോഴേ എനിക്ക് മിസ്റ്റേക്ക് മനസ്സിലായി. ഞാൻ അവനെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഇവിടെ വായെന്നിട്ടുള്ള അവൻ്റെ വരവ് ഭയങ്കര രൂക്ഷമായ വരവാണ്. ഓനിങ്ങോട്ട് വന്നേക്ക് ഞാൻ ഓനങ്ങോട്ട് ചേർത്ത് പിടിച്ചു, എൻ്റെ ഷോൾഡറിന് ഇങ്ങോട്ട് പിടിച്ചു കേട്ടോ, എൻ്റെ നെഞ്ചോട് ഇങ്ങോട്ട് ചേർത്ത് പറഞ്ഞു, എന്നാലും നീ ഒറ്റക്ക് തൂങ്ങുന്നത് ശരിയായില്ല, ഒരേ കഷ്ണം എനിക്ക് തന്നൂടെ. ഇത് കേട്ടേക്കാ ഇങ്ങനെ മസിലുള്ളവനുണ്ട്, ഇങ്ങനെ ചുങ്ങി. ഓനെ കണ്ണുണ്ട് നിറഞ്ഞു. ഓൻ കരുതി ഞാൻ അടിച്ചത് ഇക്ക് ചൂയിങ്ങൻ തരാത്തതിന് അടിച്ചതെന്നാണ് ഓൻ വിചാരിച്ചത്. ഓൻ പറഞ്ഞു, സാർക്ക് ഞാൻ നാളെ തരാം, നാളെ ഞാൻ തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എടാ എനിക്ക് ചൂയിങ്ങൊന്നും വേണ്ട, എന്നാലും. പക്ഷെ അവൻ്റെ ഉള്ള പോലെ സാർ ഇന്നെ ആദ്യമായിട്ടാണ് ഒരാളിങ്ങനെ ചേർത്ത് പിടിക്കുന്നത്. എൻ്റെ വീടിൻ്റെ പശ്ചാത്തലം അവൻ പറഞ്ഞു, ഉപ്പ ഒരു കണക്കാണ്, എവിടേക്കൊക്കെ പോയി, ഉമ്മയാണ് നോക്കുന്നത്, പിന്നെ വേറെ എന്തൊക്കെയോ മാനസിക പ്രയാസമുള്ളൊരു ജ്യേഷ്ഠനാണ്, കുട്ടികൾ എപ്പോഴും ബഹളവും പ്രശ്നങ്ങളുമാണ്. ഇതിനിടയിൽ സന്തോഷമോ ഇതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. സ്കൂളിലൊക്കെ എന്തെങ്കിലും വർക്കുകളുണ്ടെങ്കിൽ ടീച്ചറൊക്കെ ഓൻ്റെ കൈ കൊടുക്കും, ബെഞ്ച് എടുത്തുകൊണ്ടാൻ, പുസ്തകം എടുത്തുകൊണ്ടാൻ, ചോക്ക് എടുത്തുകൊണ്ടാൻ, വടി എടുത്തുകൊണ്ടാൻ, ഇതൊക്കെ ഓനെ ഏൽപ്പിക്കും. കാര്യമായ ആരുടെയും സ്നേഹപരിഗണനകൾ കിട്ടിയിരുന്നില്ല. അപ്പോൾ ഞാൻ ഈ ചേർത്ത് പിടിച്ചത് അവൻ്റെ ഉള്ളിൽ ആ നന്മയെ കൊണ്ടുവരണം. അവൻ്റെ ഒരു മുടിയും കോലവും ഒക്കെ കണ്ടാൽ ഒരു ഗുണ്ടാലുക്കാണ്, പക്ഷെ ആ ഉള്ളു നിറയെ സ്നേഹമായിരുന്നു. എൻ്റെ അധ്യാപന ജീവിതത്തിൽ എന്നെ വല്ലാതെ സ്പർശിച്ച ഒന്നാണ്. അടിച്ചിട്ടല്ല കുട്ടികളെ നേരെയാക്കേണ്ടത്, അടിക്കേണ്ട സമയത്ത് നമ്മൾ ശാസിക്കണം. അടിക്കുന്നവർക്ക് ഫീൽ ചെയ്യണം എങ്ങനെ ഇതെന്നെ നേരെയാക്കാനാണ് എന്നുള്ളത്. അപ്പോൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവം, കുട്ടികളെ നേരെയാക്കേണ്ടത് സ്നേഹശാസനകളിലൂടെ അവർക്കവരുടെ തെറ്റ് ബോധ്യപ്പെടുത്തിക്കൊണ്ടായിരിക്കണം. കുട്ടികളെ അടിക്കരുതെന്ന് പറയുമ്പോൾ രക്ഷിതാക്കൾ മുഖം ചുളിക്കും. അതെങ്ങനെയോ അടിക്കാതിരിക്കുന്നത് എന്ന ചോദ്യത്തിലും ന്യായമുണ്ടെന്ന് സമ്മതിക്കാം. ഒരു നിവൃത്തിയുമില്ലെങ്കിൽ കാര്യമായി മേലുനോവിക്കാതെ തല്ലുന്നതിൽ തെറ്റില്ല. അത് ചിലപ്പോൾ ആവശ്യമായിരിക്കാം. എന്നാൽ തല്ലി തോലുരിക്കുമെന്ന വാശിയോടെ ആകരുത് ശിക്ഷ നടപ്പാക്കൽ. കുട്ടിയെ അത് വേദനിപ്പിക്കും, അവനിൽ അപമാനബോധവും പകയും ഉണ്ടാക്കും. അത് തീർക്കുന്നത് മറ്റാരെങ്കിലും ദ്രോഹിച്ചുകൊണ്ട് മാത്രമാവണമെന്നില്ല. വേദനിപ്പിക്കുന്നത് അച്ഛനോ അമ്മയോ ആണെങ്കിൽ അവരുടെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും നടത്തിക്കൊടുക്കാതിരിക്കുക എന്ന തീരുമാനത്തോടെ പെരുമാറുന്നതാണ് കുട്ടികളുടെ മറ്റൊരു പ്രതികാര രീതി. മാർക്ക് കുറഞ്ഞാൽ സ്കൂളിൽ ചെന്ന് ടീച്ചർമാരുടെയും കുട്ടികളുടെയും ഒക്കെ മുന്നിൽ വെച്ച് ചീത്ത വിളിക്കുകയും ചെവി പിടിച്ച് തിരുമുകയും ഒക്കെയാണ് അനുവിൻ്റെ അമ്മയുടെ ശീലം. അത് കണ്ടാൽ ടീച്ചർക്ക് പോലും സങ്കടം വരും. കുട്ടിയെ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞാൽ ഇവളെയൊക്കെ ഇങ്ങനെ തന്നെ പാഠം പഠിപ്പിക്കണമെന്നാണ് അമ്മ പറയുക. വീട്ടിൽ വന്നാൽ ഹോർലിക്സും കുടിപ്പിച്ച് പഠിപ്പിക്കാൻ തുടങ്ങും. അത് രാത്രി വരെ നീളും. പുറത്തു കളിക്കാൻ വിടില്ല, TV കാണാൻ അനുവദിക്കില്ല. ക്ലാസ് ടെസ്റ്റായാലും ഒരാഴ്ച മുമ്പേ വീട്ടിൽ സന്ദർശകർക്ക് വിലക്ക് ഏർപ്പെടുത്തും. ഇതിനെതിരെ അനു പ്രതികരിച്ചത് മറ്റൊരു രീതിയിലാണ്. പഠനത്തിൽ അവൾ പിന്നോട്ടായി. ഹോംവർക്ക് കൃത്യമായി ചെയ്യില്ല, സംശയങ്ങൾ ചോദിക്കില്ല, സ്കൂളിലെ കലാകായിക പരിപാടികളിൽ പങ്കെടുക്കില്ല. ശരിക്കും ഒരു ബിലോ ആവറേജ് സ്റ്റുഡൻറ്റ്. അമ്മയുടെ ചീത്തവിളിയും മുടിക്കു പിടിക്കലും ഒന്നും അവളെ ബാധിക്കാതായി. തൻ്റെ മകൾ ഏറ്റവും മോശക്കാരിയാവുന്നത് കണ്ട് എരിപിരി കൊള്ളുന്ന അമ്മയുടെ അവസ്ഥ അനുവിൽ സന്തോഷമാണ് ഉണ്ടാക്കിയത്. ഒരു ദിവസം ടീച്ചർ അനുവിനോട് പറഞ്ഞു, നിന്റെ ഗ്രേഡ് വളരെ താണുപോയല്ലോ, അമ്മ നിനക്കിനി ഒന്നും വാങ്ങിത്തരില്ല, പുതിയ കുപ്പായമോ ബാഗോ ഒന്നും. അനു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഒന്നും തരണ്ട, എന്നാലും അമ്മയ്ക്ക് എൻ്റെ പൊട്ട മാർക്ക് ഉയർത്തി ഗമ കാട്ടാൻ പറ്റില്ലല്ലോ. ശിക്ഷിക്കാതെ തന്നെ കുട്ടികളെ മികവുറ്റവരാക്കാൻ ഒരുപാട് വഴികളുണ്ട്.